ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഇടുക്കി ജില്ലയിലെ ഉദയഗിരിക്ക് അടുത്തായിട്ട് വരുന്ന പുഷ്പഗിരി മലനിരകളിലാണ് കേട്ടോ. ഈ മലനിരകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ ഈ ചുറ്റിലും കാണുന്ന പുല്ലുകളൊക്കെ നമ്മുടെ തൈല പുല്ലുകൾ അഥവാ ലെമൺ ഗ്രാസസ് എന്നറിയപ്പെടുന്ന പുല്ലുകളാണ് കേട്ടോ. നമ്മുടെ പുൽത്തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുല്ലുകളാണ്. ഈ ഇളംകാറ്റ്, പുല്ലുകളിൽ തട്ടി വരുന്ന ഇളംകാറ്റിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഈ മലനിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2005 ആദ്യമായിട്ട് മൊബൈൽ ടവർ സ്ഥാപിച്ച സ്ഥലവും ഇതാണ്. പിന്നീട് ഇത് മൊബൈൽ ടവറുകളുടെ നാട് എന്നുകൂടി അറിയാൻ തുടങ്ങി. പണ്ട് ഇവിടെ ഒരുപാട് പുൽത്തൈലങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പല പല കാരണങ്ങളാൽ ആ കേന്ദ്രങ്ങളൊക്കെ അത് നിർത്തിപ്പോയി. നമ്മുടെ പാഞ്ചാലിമേടൊക്കെ തന്നെ ഇവിടെ ഫുള്ള് നല്ല ബ്രീത്തും നല്ലൊരു നേച്ചർ ഭംഗിയാണ്. അതുപോലെ തന്നെ ഫുൾ ഓഫ് ഗ്രീനറിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇപ്പം വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭയങ്കര ഒരു അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം ഞങ്ങളൊരു 5:38 അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇപ്പം തന്നെ ചെറിയൊരു സൂര്യൻ ഉണ്ടെങ്കിൽ പോലും തണുത്ത കാറ്റാണ് ഇവിടെ വീശുന്നത്. വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരം വന്ന്, ഒത്തിരി അടുത്തൊന്നുമല്ല എന്നാലും 1 കിലോമീറ്റർ ഉണ്ട്, ഒരു 10-15 കിലോമീറ്റർ. ഞങ്ങൾ ചിപ്സും വെള്ളമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ചുമ്മാ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച്. ചില സമയങ്ങളിൽ വൈകിട്ടൊക്കെ ഇവിടെ നല്ല കോടയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. തണുത്ത കാറ്റ് കേട്ടോ. എന്ത് നല്ലൊരു, നമ്മൾ ഈ സിറ്റിയിലൊക്കെ കുറേ നാൾ ജീവിച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്തൊരു സുഖമാണ്. ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് സിറ്റിയിലോട്ട് പോയാൽ മതി. പക്ഷേ സിറ്റിയിലൊക്കെ കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായ ഈ ഒരു വൈബ്. ഇവിടെ ഒരു മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വരുമ്പോഴാണ് കൂടുതലും നല്ല ഒരു ക്ലൈമറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. തണുപ്പാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാമോ. അവൻ്റെ മുടി പറക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ ഒരു കാറ്റിൻ്റെ ഒരു ഓക്കെ. ബൈ. നമ്മുടെ ഈ പുഷ്പഗിരി മലനിര എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 3400 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകളിൽ കല്യാണത്തണ്ട്, രാമക്കൽമേട്, കട്ടപ്പന, ആനമുടി തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്.
അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ പേര് അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, കുറേ പേര് ഫോട്ടോ സെക്ഷൻ എടുത്തു. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം കാറ്റൊക്കെ അടിച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഭയങ്കര ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. സൺസെറ്റായി. നല്ല തണുത്ത കാറ്റായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൂക്കടയാനും പിള്ളേർക്കൊക്കെ ചെറിയ കോൾഡ് വരാനൊക്കെ തുടങ്ങിയ പോലെ തോന്നി. അപ്പോൾ പിന്നെ അധികം തണുപ്പൊന്നും പിള്ളേരെ അടുപ്പിക്കണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ വേഗം തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഈ നേച്ചറും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. സമയത്തെല്ലാം വീഡിയോ എടുത്ത് നോക്കണം. ചിലവൊക്കെ അമ്മ ട്രൈപോഡിലാണ് എടുക്കണത്. കുറച്ച് നമ്മൾ വണ്ടി കിടക്കുന്നിടത്തേക്ക് നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. നമ്മൾ ഈ കുരിശുമലയൊക്കെ കയറുന്ന പോലെ അങ്ങനെ ചെറിയൊരു ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്, എന്നാലും നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ സന്ധ്യ ആയപ്പോഴാണ് വന്നത്. ഏകദേശം 5:30-5:45 ആയപ്പോഴാണ് വന്നത്. ഇപ്പം ഒരു 6:30-6:45 ആയി. ഇപ്പോൾ സൂര്യനൊക്കെ പോയി. അപ്പോൾ ഇത് ആകാശത്ത് ചന്ദ്രൻ വന്നു കഴിഞ്ഞു. പിന്നെ ഇവിടെ നല്ല തണുപ്പായി തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുരിശുമല എന്ന് പറയുന്നത്. ഇതാണ് കുരിശുമലയിലെ കുരിശ്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു.